കിസ്മത്തിനോടുള്ള മുഹബത്ത് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഗോൽക്കൊണ്ട ഫോർട്ട് കാണാൻ പോയി വരുന്ന വഴിക്കാണ് കിസ്മത്തിലൊന്ന് കയറാൻ പറ്റിയത്. ഇവിടെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ റോഡിന്റെ സൈഡിൽ വേണം നമ്മൾ വണ്ടികളെ വെക്കാനായിട്ട്. ഇനി നമ്മൾ 4 വീലറാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് അവിടെയും ഇതുപോലെ ഒരു സൗകര്യമുണ്ട്. അത് റോഡിന്റെ സൈഡ് തന്നെയാണ്. അവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് വേണം നമ്മൾ കിസ്മത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ കിസ്മത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഫുഡ് ട്രാലി. ഞാനും ഫാമിലിയും കൂടി ഗോൽക്കൊണ്ട ഫോർട്ട് കണ്ട് മടങ്ങി വരുന്ന വഴിക്ക് ഡിന്നർ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കിസ്മത്തിലേക്ക് പോയത്. ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ കുത്തബ് ഷാഹി ടോംസിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിലാണ് കിസ്മത്ത് കേരള ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നല്ല ആംബിയൻസോട് കൂടിയ ആവശ്യത്തിന് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് കിസ്മത്ത് ഹോട്ടലിലുള്ളത്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യൽ ഫുഡ് ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടുള്ള ഒരു കാര്യം അവിടെ മീൽസ് അവൈലബിൾ ആയിരുന്നില്ല. ഫുഡിന് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മുതിർന്നവരെയും കൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടലിലേക്ക് വരുന്നതെങ്കിൽ അവിടുത്തെ ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ 3 നില വരെ സ്റ്റെപ്പ് കയറി വേണം എത്തിച്ചേരാനായിട്ട്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് നേരം കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഓർഡർ എടുത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തിയിരുന്നു. ഞങ്ങൾ ഓർഡർ കൊടുത്തത് പൊറോട്ടയ്ക്കും ചപ്പാത്തി പിന്നെ ബീഫ് റോസ്റ്റും ബീഫ് കറി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി അടിച്ച നല്ല സൂപ്പർ പൊറോട്ടയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല ചൂടോടുകൂടി തന്നെയാണ് അവർ സെർവ് ചെയ്തത്. കറി ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ഇതിനൊപ്പം ഒരു ഗ്രേവിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബീഫ് റോസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റും നന്നായിട്ട് കുക്കായിട്ടുള്ള മീറ്റും ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് പൊറോട്ടയും ഈ ബീഫ് റോസ്റ്റും. ഇതുകൂടാണ്ട് ഒരു മസാല ദോശയും ഞങ്ങൾ ഓർഡർ കൊടുത്തിരുന്നു. മസാല ദോശയൊക്കെ ഒരു ആവറേജേ ഉള്ളൂ, വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട് തോന്നിയിരുന്നില്ല. നന്നായിട്ട് അടിച്ച് നല്ല ചൂടുള്ള പൊറോട്ട, ഇതുപോലെ ബീഫ് റോസ്റ്റ് ഒരു കഷ്ണം എടുത്തിട്ട് ഈ ഗ്രേവിയിൽ മുക്കി കഴിക്കുമ്പോൾ ഏതൊരു മലയാളിക്കും കിട്ടുന്ന ആനന്ദം വളരെ വലുതാണ്. ബീഫ് റോസ്റ്റ് ആയാലും ബീഫ് കറി ആയാലും ഇതിലെ മീറ്റൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടായിരുന്നു. വളരെ സ്പൈസി ഒന്നും ആയിരുന്നില്ല കറികളെല്ലാം. ബീഫ് കറി ആയിരുന്നെങ്കിൽ നന്നായിട്ട് കുക്കായ മീറ്റ് നല്ല തിക്ക് ഗ്രേവിയിലായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ പൊറോട്ടക്കൊപ്പം നല്ല കിടു കോമ്പിനേഷൻ ആയിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾ ഒരു ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ ഫിഷ് ഫ്രൈയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഓവറായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഫിഷിന്റെ പീസ് വളരെ ഡ്രൈ ആൻഡ് ഹാർഡ് ആയിരുന്നു. അത് ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ കൊടുത്ത ചിക്കൻ ബിരിയാണി എത്തി. ചിക്കൻ ബിരിയാണി കോമ്പിനേഷൻ ആയിട്ട് പിക്കിളും റേത്തയും ഉണ്ടായിരുന്നു. ബിരിയാണി ആണെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും എത്തിയില്ല. ബിരിയാണിയിൽ നന്നായിട്ട് മസാല ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. ബിരിയാണിക്ക് ഉപയോഗിച്ചത് ചെറിയ കൈമ റൈസ് ആണ്. എന്നിരുന്നാലും അതൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് ആയിരുന്നില്ല. ചിക്കൻ പീസസ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടായിരുന്നു ബിരിയാണിയിൽ ഉണ്ടായിരുന്നത്. എന്നാലും അത് അത്ര സോഫ്റ്റ് ആയിരുന്നില്ല, കുറച്ച് ഹാർഡ് ആയിരുന്നു. ഞാൻ വളരെയേറെ പ്രതീക്ഷയോടെ ഇരുന്നായിരുന്നു ഇവിടുത്തെ ബിരിയാണി, പക്ഷെ അതെന്നെ കുറച്ച് നിരാശപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾ ഓർഡർ കൊടുത്തത് അവിടുത്തെ സ്പെഷ്യൽ അവൽ മിൽക്ക് ആയിരുന്നു. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവൽ മിൽക്കിൽ ഡ്രൈ ഫ്രൂട്ട്സും ഐസ്ക്രീമും ഇട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു സംഭവം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൽ മിൽക്ക് കൂടി ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഈ കിസ്മത്ത് കേരള ഹോട്ടലിലെ ലൊക്കേഷൻ വരുന്നത് ഗോൽക്കൊണ്ട ഫോർട്ട് റോഡിലുള്ള കുത്തബ് ഷാഹി ടോംസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിംഗ് ആണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കയറി ഫുഡൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇനിയും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. സൈനിങ് ഔട്ട് ഫ്രം ഫുഡ് ട്രാലി.